ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സിലോപ്പിയ കറിയാണ്. അതിൻ്റെ കൂടെ ചീനി കുഴച്ചതും. ഇതാണ് നമ്മുടെ നാടൻ സിലോപ്പിയ, നല്ല ജീവനുള്ള സിലോപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ കൂടെ ചീനി കുഴച്ചതും. ചീനി എല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സിലോപ്പിയ എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഏകദേശം നമ്മുടെ സിലോപ്പിയ വെട്ടിക്കഴിഞ്ഞ് ഇനി നല്ല കല്ലുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി എടുക്കണം. അങ്ങനെ നമ്മുടെ സിലോപ്പിയ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കറി വെക്കാം. കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 4 സ്പൂൺ മുളക് പൊടി, 3.5 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് ചതയ്ക്കണം, പുളി, കുരുമുളക് കുറച്ചേറെ വേണം, കാരണം സിലോപ്പി കറിക്ക് കുരുമുളക് മുന്നിൽ നിൽക്കണമെന്നാണ്. അപ്പം ഇനി നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകും ചതച്ചെടുത്ത് നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം വറ്റി ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവയും കടുകും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം വരണം, ഉലുവയ്ക്ക് കളറ് മാറിയിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേ നമുക്ക് ഒന്ന് പുളി ഇട്ട് കൊടുക്കണം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂക്കുമ്പോൾ നല്ല മണം വരും. ആ മണം കേൾക്കുമ്പോൾ അറിയാം നമുക്ക് മുളക് പൊടി മൂത്തിട്ടുണ്ടെന്നുള്ളത്. മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കല്ലിലരച്ചതുപോലൊക്കെ ആകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കുഴമ്പ് രൂപം പോലെ നമുക്ക് എടുക്കാൻ പറ്റും കറി ഇങ്ങനെ ചെയ്താൽ. നമ്മുടെ ചീനിക്ക് ആവശ്യമായ അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ തിളച്ച് നല്ലതുപോലെ വറ്റട്ടെ. അങ്ങനെ നമ്മുടെ ചീനിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. വേവിച്ച് വെച്ച ചീനിയിലേക്ക് നമുക്കിനി ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പ് ചീനിയിലേക്ക് ഇട്ട് ഇനി നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീനി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറിയും കൂടെ സെറ്റ് ആവണം. നമ്മുടെ അരപ്പ് പറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇറക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം.
കറിവേപ്പില ഇട്ട്. അപ്പോൾ കറിവേപ്പിലയുടെ മണം ഇങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. സ്വാദിഷ്ടമായ നമ്മുടെ സിലോപ്പിയ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കപ്പയും കൂട്ടി കഴിക്കാം. അങ്ങനെ നമ്മുടെ നാടൻ സിലോപ്പിയ കറിയും ചീനിയും കൂടി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.